ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് നമ്മുടെ ഹൃദയ കവാടങ്ങളെ മലർക്കെ തുറന്നിടാം. കർത്താവിൻ്റെ വചനം ജീവദായകമാണ്. കർത്താവിൻ്റെ വചനം ശക്തിയുള്ളതാണ്. തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 48 അധ്യായം 18 തിരുവചനം. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ഒരിക്കൽ കൂടെ വചനമൊന്ന് മനസ്സിൽ നമുക്ക് ഏറ്റുചൊല്ലാം. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരിലാണ് അവിടുത്തെ സമാധാനമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു കാലയളവിലേക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ അനുസരിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ്. എവിടെ ചെന്നാലും നമുക്ക് അനുസരിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് അനുസരിച്ചെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വചനം പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളും എൻ്റെ പ്രമാണങ്ങളും അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നമുക്കറിയാം, ഒഴുകുന്ന ഒരു നദി എത്രയോ പേർക്കാണ് നന്മ ചെയ്യുന്നത്, എത്രയോ പേർക്കാണ് അത് അനുഗ്രഹമായി തീരുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം. വചനം പറയുകയാണ്, കർത്താവിനെ നീ അനുസരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ നിയമത്തെ നീ അനുസരിക്കുകയാണെങ്കിൽ, അവിടുത്തെ പ്രമാണത്തെ നീ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമെന്ന്. എന്താണ് കർത്താവ് നമുക്ക് തന്നേക്കുന്ന പ്രമാണം? ഒറ്റ പ്രമാണമേ ഉള്ളൂ, സ്നേഹിക്കുക. അവിടുത്തെ കൽപ്പന ഒറ്റ കൽപ്പനയേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹം എന്ന് പറയുന്ന വാക്യത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് നന്നായി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം, കർത്താവ് പറഞ്ഞ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ റെഡിയാവുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ സമാധാനമുള്ളവരായിരിക്കുമെന്നാണ് ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അനുസരിക്കുന്നവരാണ് ഐശ്വര്യം ദർശിക്കുന്നവർ. സാമുവേലിൻ്റെ 1 പുസ്തകത്തിൽ 15 അധ്യായത്തിൽ 22 തിരുവചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റ് കാഴ്ചകളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. കേട്ടോ വചനം പറയുന്നത്? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാളുകളുടെ മേധസ്സിനേക്കാൾ അത് ഉത്കൃഷ്ടം എന്ന് പറയുകയാണ്. ഇത് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. സാവൂൾ രാജാവിൻ്റെ കീഴിൽ ജനങ്ങളിങ്ങനെ സമാധാനപൂർണമായിട്ട് ജീവിച്ചു വരികയാണ്. ആ സമയത്ത് ഈ സാവൂളിന് തൻ്റെ ശത്രുക്കളായ അമലേക്കരുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറാകേണ്ടതായ ഒരു അനുഭവം വന്നു. സാവൂളിനറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള യുദ്ധസാമഗ്രികൾ കൊണ്ട് അമലേക്കരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സാവൂൾ എന്തു ചെയ്തു? തൻ്റെ ജനത്തെയും കൂട്ടി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവമില്ലാതെ തനിക്ക് ഈ യുദ്ധം ചെയ്യാൻ പറ്റിയല്ല, ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഈ സാവൂള് ജനത്തോടൊപ്പം ഇരുന്ന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, ദൈവത്തിൻ്റെ സഹായം തേടുകയാണ്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ഇറങ്ങി വരികയാണ്. സാവൂളിനോട് ദൈവം സംസാരിക്കുകയാണ്, യുദ്ധത്തിൽ നിനക്ക് വിജയമുണ്ടാകും, പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അതിതാണ്, ഈ യുദ്ധത്തിൽ നിങ്ങൾ അമലേക്കരുടെ ഒരു സാധനങ്ങളും എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ സാവൂള് കർത്താവ് പറഞ്ഞതിനെല്ലാം യേസ് വെച്ചു. യേസ് ലോർഡ്, നീ അവരുടെ സാധനങ്ങളൊന്നും എടുത്തേക്കരുത്. യേസ് ലോർഡ്, നിനക്ക് യുദ്ധത്തിൽ വിജയം ഉണ്ടാകും. യേസ് ലോർഡ് പറഞ്ഞതിനെല്ലാം ഇവന് സമ്മതം മൂളി. അങ്ങനെ അമലേക്കരുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ വൻ വിജയം ഇവർക്കുണ്ടായി. യുദ്ധത്തിൻ്റെ ലഹരിയിൽ, ഈ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ വലിയ സന്തോഷത്തിൽ ഈ സാവൂൾ രാജാവുണ്ടല്ലോ, ദൈവവുമായിട്ട് വെച്ച വ്യവസ്ഥകളെല്ലാം ഇവൻ പാടെ അങ്ങ് മറന്നു. വ്യവസ്ഥകളെല്ലാം പാടെ അങ്ങ് മറന്നു. അമലേക്കരുടെ നല്ല മുട്ടാടുകളെയൊക്കെ ഇവൻ സ്വന്തമാക്കി. കുറേ മുതലുകളൊക്കെ, കൊള്ള മുതലുകളൊക്കെ ഇവന് അടിച്ചു മാറ്റി. അങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു പോരുകയാണ്. പക്ഷേ കർത്താവുമായിട്ടുള്ള വ്യവസ്ഥ ഈ സാവൂൾ മറന്നു. മാത്രമല്ല,
ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ഇവൻ്റെ ഇഷ്ടം കൂട്ടിച്ചേർത്ത് വെച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാറ്റിവെച്ചു. ദൈവത്തിൻ്റെ ആ ഉടമ്പടിയെ, കൽപ്പനയെ അവൻ മാറ്റിവെച്ചു. എന്നിട്ട് സ്വന്തമായിട്ടുള്ളതെല്ലാം അതിനകത്തോട്ട് കയറ്റിവെച്ചു. തിരുവചനത്തിൽ നമ്മൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ സാവൂള് ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്തതുകൊണ്ട് ദൈവം സാവൂളിനെ ഓർത്ത് മനം നൊന്ത് കരയുന്ന ഒരു തിരുവചന ഭാഗം സാമുവേൽ 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെത്തുമ്പോൾ കാണുകയാണ്. സാവൂളിനെ ഓർത്ത് ദൈവം കരയുകയാണ്, അവനെ രാജാവാക്കിയതിൽ സങ്കടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് വിരുദ്ധമായി ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടുകയും സ്വന്തമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം എന്നെ നോക്കി കരയുന്നുണ്ട്. ദൈവം നിന്നെ നോക്കി കരയുന്നുണ്ട്. നല്ലൊരു ഭർത്താവായിട്ട് ദൈവം നിന്നെ സൃഷ്ടിച്ചതിൽ, അല്ലെങ്കിൽ ഒരു ജീവൻ തന്ന് നിന്നെ അനുഗ്രഹിച്ചിട്ട് നീ നിൻ്റെ തോന്നിവാസം ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ പ്രവൃത്തിയെ നോക്കി കരയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരമ്മയായതിൽ, അല്ല ഒരമ്മയാക്കിയതിൽ, അല്ലെങ്കിൽ ഒരു യുവാവോ യുവതിയോ ആക്കിയതിൽ ദൈവം നമ്മളെ നോക്കി സങ്കടപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളോടും ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടും സ്വന്തം ഇഷ്ടം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, സ്വന്തം ഇഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ, വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ മുഴുവനും അവിടെ തകരുകയാണ്. ദൈവം എന്നെ നോക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെ മുഴുവനും ഞാൻ തകർക്കുകയാണ് എന്ന് വെച്ചാൽ, അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ തകർച്ച നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദൈവമായ കർത്താവ് ഈ കാര്യങ്ങൾ സാമുവേലിനോട് പറഞ്ഞു. സാമുവേലും നമ്മൾ വചനത്തിൽ കാണുകയാണ്, ആ രാത്രിയിൽ സാവൂളിനെ ഓർത്ത് സാമുവേലും കരഞ്ഞു. പിറ്റേന്ന് രാവിലെ സാമുവേൽ ഈ രാജകൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. എത്തിയിട്ട് സാവൂളിനോട് പറഞ്ഞു, ദൈവമായ കർത്താവ് നിൻ്റെ ഈ പ്രവൃത്തിയെ വെറുക്കുന്നു, നിൻ്റെ ഈ പ്രവൃത്തിയെ ദൈവമായ കർത്താവ് വെറുക്കുന്നു എന്ന് സാവൂളിനോട് ദൈവം പറയുകയാണ്. ഇദ്ദേഹം മാനസാന്തരപ്പെടുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും പിൻവലിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് കൊടുത്ത സമ്പത്ത്, സ്ഥാനം, നല്ല പേരുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലായിരുന്നപ്പോൾ ഈ രാജാവിന് ദൈവം കൊടുത്തിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അനുസരിക്കാൻ മനസ്സാകാതിരിക്കുമ്പോൾ, അനുസരിക്കാൻ റെഡിയാകാതിരിക്കുമ്പോൾ നമുക്കൊരുപാട് ദൈവാനുഗ്രഹങ്ങൾ നഷ്ടമാവുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ബലി അർപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നീ അനുസരിക്കുന്നതാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും നശിച്ചു പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ ഇംഗിതം അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളതായിട്ടും കൃപകളിൽ വളർന്നിട്ടുള്ളതായിട്ടും വളർച്ച പ്രാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അനുസരിച്ചതുകൊണ്ട് ഒരു മക്കളും ഈ ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല. വിശുദ്ധ പാത്രോപ്പിയയുടെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തൊരു കാര്യം വായിച്ചെത്തി. ഹൃദയം നിറയുന്ന അനുഭവം തരുന്ന ഒരു സംഭവമാണത്. വിശുദ്ധ പാത്രോപ്പിയോയിൽ കൃപകളൊക്കെ അങ്ങ് വളർന്നു. കൃപകളൊക്കെ പ്രകടമായപ്പോൾ സുപ്പീരിയേഴ്സ് തീരുമാനമെടുക്കുകയാണ്, കുർബാന ചെല്ലിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ 5 വർഷക്കാലം വിശുദ്ധ ബലി അർപ്പിക്കാതെ ഈ വിശുദ്ധനായ പാത്രോപ്പിയോ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രാർത്ഥനയും വചനവായനയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. കൃത്യമായി അദ്ദേഹത്തിൻ്റെ അധികാരികളെ ഈ വിശുദ്ധൻ അനുസരിച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി അനുസരിച്ചു. അദ്ദേഹത്തിൻ്റെ കൃപകൾ വീണ്ടും പ്രകടമായി. ഇദ്ദേഹത്തിൻ്റെ അനുസരണം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിച്ചു. ദൈവം അതിനെ ഇടവരുത്തി. പാത്രോപ്പിയോയ്ക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം അവർ പിൻവലിച്ചു. അങ്ങനെ അനുസരിച്ചതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്ന ഈ വിശുദ്ധമായ ജീവിതത്തെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുസരിച്ചതുകൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല കേട്ടോ. അനുസരണം ഒരു പുണ്യമാണ്. ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആദ്യത്തെ പടി എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ പടി മാത്രമല്ല, ആത്മാവിൽ വളർച്ച പ്രാപിച്ച ഒരു മനസ്സിൻ്റെ അവസാനത്തെ പടി എന്ന് പറയുന്നതും അതും അനുസരണമാണ്. അനുസരണമില്ലാതെ, അനുസരിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനോഹരമായി ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ സ്ഥാപനത്തിന് നിയമങ്ങൾ അനുസരിക്കണ്ടേ? അതനുസരിച്ച് വേണ്ടേ അവരവരുടെ ജോലികൾ ചെയ്യുവാനായിട്ട്?
വീട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണ്ടേ? ഭർത്താവ് ഭാര്യയെ അനുസരിക്കണ്ടേ? മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണ്ടേ? അനുസരിക്കുന്നതിൽ പോലും നമ്മൾ പലപ്പോഴും പുറകോട്ടാണ്. ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസത്തിൽ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും. മാതാപിതാക്കളുടെ കുടുംബാന്തരീക്ഷമാണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതൊക്കെ മക്കൾ അനുസരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു വീർപ്പുമുട്ടലുകളായിട്ട് തോന്നും. ഇതനുസരിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ്? ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഒരു ജീസസ് യൂത്താണ് ആ പയ്യൻ. അവനോട് അമ്മ പറഞ്ഞു, രാവിലെ അവന് ജോലിക്ക് പോകാൻ വേണ്ടി ബൈക്ക് എടുക്കുകയാണ്. ഈ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. ബൈക്ക് എടുത്തപ്പം അമ്മയ്ക്ക് അന്ന് രാവിലെ ഈ കൊച്ച് അപകടത്തിൽപ്പെടുന്നത് അമ്മ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ കണ്ടു ഈ കൊച്ച് അപകടത്തിൽപ്പെടുന്നത് കണ്ട്. ഈ മകനോട് അമ്മ പറഞ്ഞു, മോനെ ഇന്ന് കുഞ്ഞ് ബൈക്ക് എടുക്കണ്ട, കൊച്ചൊരു കാര്യം ചെയ്യേ, ഇന്ന് ബസ്സിന് പൊക്കോ, നാളെ ബൈക്കിന് പോകാം. അപ്പം ഇവൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ അതിനൊരു പ്രശ്നമൊന്നുമില്ലമ്മേ, ഇനി ഞാൻ പോകുമ്പോഴത്തേക്ക് ആ ബസ് പോകും, പിന്നെ ഞാൻ പോകാൻ ലേറ്റാകും, പിന്നെ അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അമ്മേ ഞാൻ ബൈക്ക് എടുക്കുക, അമ്മേ അത് അമ്മ വിഷമമൊന്നും വിചാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ ബൈക്ക് എടുത്തു. പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ വളവ് അങ്ങോട്ട് കഴിഞ്ഞില്ല, എതിരെ വന്നൊരു കാറുമായിട്ട് അന്നേരം തന്നെ ബൈക്കിടിച്ച് അപകടത്തിൽപ്പെട്ടു. ഈ സഹോദരൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ അന്നേരം അങ്ങ് അനുസരിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അനുസരിക്കുവാൻ ദൈവം നമുക്ക് പറഞ്ഞയക്കുന്ന വ്യക്തികളുണ്ട്. ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മളത് അനുസരിക്കണം. ഒരുപക്ഷെ ജോലി സ്ഥലത്തെ നമ്മുടെ ലീഡർമാരായിരിക്കാം നമ്മളോട് പറയുന്നത്, അവരെ നമ്മൾ അനുസരിക്കണം. നമ്മുടെ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരിലൂടെയൊക്കെ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അനുസരണം വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ സമാധാനം നീ അനുസരിക്കുകയാണെങ്കിൽ നദി പോലെ ഒഴുകും. ഇപ്പം നമ്മളൊരു രോഗമായിട്ടൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മദ്യം ഉപയോഗിക്കുന്ന ഒരു സഹോദരൻ ചങ്കന വേദനയൊക്കെ ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഒരു കാര്യം ചെയ്യണം, ഇനി മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ജീവൻ തന്നെ തീരുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ സഹോദരൻ അത് കേട്ടിട്ട് കുറച്ച് കാലമൊക്കെ ഡോക്ടറെ അങ്ങ് അനുസരിക്കുന്നു. പിന്നെയും പഴയ പടിയിലേക്ക് പോകുന്നു. പഴയ പടിയിലേക്ക് പോയി കഴിയുമ്പോൾ അനുസരണത്തിൻ്റെ പരിണിതഫലം അദ്ദേഹം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. മദ്യം ഉപയോഗിച്ച് കരൾ തീർന്ന് ദൈവം വിട്ട ആയുസ് മുഴുവനും ജീവിച്ചു തീർക്കാതെ മരണത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരുന്നു. കർത്താവ് പറയുന്നു, നീ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകും. എനിക്കറിയാം ഒരു കുടുംബത്തെ, ആ സഹോദരൻ ഒരു നിരീശ്വരവാദിയാണ്, ഭാര്യയാണ് തികഞ്ഞ വിശ്വാസി. ഞായറാഴ്ച പോലും പള്ളിയിൽ ഈ ജീവിത പങ്കാളിയെ ഈ സഹോദരൻ വിടുകയില്ല. ഈ സഹോദരൻ പറയും, നീ അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ഇവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കേട്ടോളും എന്ന് പറയും. 4-5 വർഷക്കാലം ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകാതെ ഈ സഹോദരി ഭർത്താവിനെ അനുസരിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന കൺവെൻഷനിൽ നടക്കുന്ന പ്രസംഗം കേൾക്കാനായിട്ട് ഇടകയാണ്. കാറിങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം കേൾക്കുകയാണ്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് നാശം, ആ വചനമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കാറ് സൈഡിൽ ഒതുക്കിയിട്ട് ആ പ്രഭാഷണം മുഴുവനും കേട്ടു. ഇദ്ദേഹത്തിന് ഒരു മനസ്സിനൊരു മാറ്റം സംഭവിച്ചു. അദ്ദേഹം വണ്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച നീ പള്ളിയിൽ പോകണം, ഞാനും നിൻ്റെ ഒപ്പം ദേവാലയത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് ഈ മകൾ വിധേയപ്പെട്ട് ഈ ഭർത്താവിനെ അനുസരിച്ചതുകൊണ്ട്, ഇത്രയും വർഷക്കാലം ഭർത്താവിനെ അനുസരിച്ച് വിധേയപ്പെട്ട് നിന്നതുകൊണ്ട് ഈ ഭർത്താവിനെ കൂടെ നേടാൻ ഈ അനുസരണത്തിലൂടെ ദൈവം ഇടയാക്കി. നമ്മുടെ ഓരോ അനുസരണത്തിലൂടെയും വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. മറക്കരുത്. ഒരു ചെറിയ കാര്യം നമ്മൾ അനുസരിക്കുമ്പോൾ അതിന് പിന്നിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, വിഷമതകളുണ്ടാകാം. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴുണ്ടല്ലോ, ആ അനുസരണത്തിലൂടെ നമുക്ക് ദൈവം തരാൻ പോകുന്ന കൃപകളും അനുഗ്രഹങ്ങളും വളരെ വലുതാണ്. അനുഗ്രഹിച്ചതുകൊണ്ട് ആരും ഈ ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, 1995 ഞങ്ങളുടെ സഭയുടെ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിച്ചൻ, അന്ന് ഈ സുവിശേഷ മേഖലയിലേക്ക് ഞാൻ പ്രവേശിച്ച ഒരു കാലഘട്ടമാണ്. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു,
ടെസ്സിനിന്ന് രോഗശാന്തി ശുശ്രൂഷ ചെയ്യണം. ഞാൻ ടീമിൽ കയറുതേ ഉള്ളൂ, എനിക്ക് വലിയൊരു പ്രാക്ടീസൊന്നുമില്ല. എനിക്ക് അച്ഛനത് പറഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി. ഞാൻ അച്ഛനോട് അന്നേരം തന്നെ പറഞ്ഞു, അച്ഛാ വേറെ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കുമോ, എനിക്കത് ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറഞ്ഞു, പറ്റില്ല, സിസ്റ്റർ തന്നെ ആ കാര്യം ചെയ്യണം. ഞാൻ ഈശോയുടെ അടുത്ത് പോയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലി ഒരുങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞതല്ലേ ചെയ്യ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈശോയുടെ മുന്നിൽ വിട്ടുകുത്തിട്ട് പറഞ്ഞു, ഈശോയെ, ഞാൻ അച്ഛനെ അനുസരിച്ചുകൊണ്ട് ഞാനിത് ചെയ്യാൻ പോവുകയാണ്. എനിക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ അച്ഛനെ അനുസരിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കറിയുമോ, ആ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് അനേകർക്ക് കർത്താവ് വലിയ സൗഖ്യവും വിടുതലും സമാധാനവും കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് ചെയ്യല എന്ന് പറഞ്ഞിരുന്ന് ഞാൻ മാറി നിന്നിരുന്നെങ്കിൽ അത്രയും ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ ഞാനും അവർക്ക് വേണ്ടി കണക്ക് ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ അനുസരിച്ചതുകൊണ്ട് ദൈവം അവിടെ വലിയ കൃപകൾ ഒഴുക്കി. അനുസരിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. വിശുദ്ധ അസീസിയുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ ഇന്നസെൻ്റ് മാർപ്പാപ്പായുടെ അടുത്ത് ഈ അസീസി സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുവാദം ചോദിച്ച് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഇന്നസെൻ്റ് മാർപ്പാപ്പായുടെ അടുത്ത് ചെന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രമാണ്, കണ്ടാൽ വലിയൊരു ലുക്കൊന്നുമില്ല. അങ്ങനെ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പയ്യൻ മാർപ്പാപ്പയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നി. അപ്പം ഇദ്ദേഹം മാർപ്പാപ്പയോട് പറഞ്ഞു, എനിക്ക് വചനം പ്രസംഗിക്കാനുള്ള അനുവാദം തരണം. ഇഷ്ടപ്പെടാത്ത ഈ മാർപ്പാപ്പ അസീസിയോട് പറഞ്ഞു, നീ അവിടെ കാണുന്ന പന്നിക്കൂട്ടത്തോട് പോയി സുവിശേഷം പ്രസംഗിച്ചോളാൻ പറഞ്ഞു. റോമിൻ്റെ സൈഡിലെ ഇഷ്ടംപോലെ പന്നികളൊക്കെയുണ്ട്. ഈ അസീസി ഈ ഇന്നസെൻ്റ് മാർപ്പാപ്പ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് ഈ പന്നിക്കൂട്ടത്തോട് പോയി അസീസി സുവിശേഷം പ്രസംഗിച്ചു. അന്ന് രാത്രി ഇന്നസെൻ്റ് മാർപ്പാപ്പായ്ക്ക് ഒരു ദർശനമുണ്ടാവുകയാണ്. ഈ സഭ തളരാൻ പോകുന്ന ഈ സഭയെ താങ്ങിപ്പിടിക്കുന്ന ഒരു യുവാവിനെ കാണുകയാണ്. കണ്ടുവെന്ന് മാത്രമല്ല, ആള് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് മാർപ്പാപ്പ ആളയച്ച് അസീസിയെ തിരിച്ച് വിളിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ തിരിച്ച് അസീസിയെ വിളിക്കാൻ വേണ്ടി അന്വേഷിച്ച് ചെന്നവർ കണ്ടത് റോമിൻ്റെ ഒരു മൂലയ്ക്ക് നിന്ന് പന്നിക്കൂട്ടത്തോട് സുവിശേഷം പറയുന്ന അസീസിയെ അവർ കാണുകയാണ്. ഈ മാർപ്പാപ്പ പറഞ്ഞത് അതേപടി അനുസരിച്ചു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയൊരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇത്. നമ്മളൊക്കെ അനുസരിക്കുമ്പോൾ വലിയ മനുഷ്യരായി തീരുകയാണ്. അനുസരിക്കുമ്പോൾ നല്ല ഉയരങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കയറ്റുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഓഫീസിലെ ഏറ്റവും പൊട്ടൻ ഞാനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈയിടെ എനിക്ക് വലിയൊരു ജോലിക്കയറ്റം കർത്താവ് തന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ആ കമ്പനിയുടെ നിയമങ്ങളെല്ലാം അനുസരിച്ച് ഏറ്റവും വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്തതുകൊണ്ട്, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യം അനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ആ കമ്പനിയുടെ ഉടമ കുറച്ചുകൂടെ ഒരു നല്ല ജോലിക്കയറ്റം നൽകി അനുഗ്രഹിച്ചുവെന്ന്. അനുസരിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. വിശുദ്ധ വിയാനി പുണ്യാളൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വിശുദ്ധ വിയാനി പുണ്യാളൻ്റെ കുമ്പസാരത്തെയൊക്കെ മടക്കി ഇട്ടേക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു പരാതിയും പിറുപിറുപ്പും ഇല്ലാതെ അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും അനുവാദം കിട്ടി. അങ്ങനെ ഈ മുടക്കിക്കിടന്ന കാലഘട്ടങ്ങളിൽ മുടക്കുകളൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട്, അനുസരിച്ചതുകൊണ്ട് ഇന്ന് നമുക്കറിയാം വിശുദ്ധ കുമ്പസാരത്തിൻ്റെ മധ്യസ്ഥനാക്കി, അനുസരണത്തിൻ്റെ മധ്യസ്ഥനാക്കിയ ഒരു വിശുദ്ധനായിട്ട് ഇന്ന് സഭയിൽ ഈ വിയാനി പുണ്യാളൻ പരിലസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ വിധേയത്വവും അനുസരണവും പുലർത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം, പൂജ്യ രാജാക്കന്മാർ കർത്താവ് കൊടുത്ത അടയാളം കണ്ട് അവരനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോകാൻ റെഡിയായപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിമിശിഹായെ കാണാനുള്ള ഭാഗ്യം അവർക്ക് സിദ്ധിച്ചു. ആട്ടിടയരാണെങ്കിലോ
അവർക്ക് ഉണ്ടായ ദർശനം അനുസരിച്ച് ആ ദർശനത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് ഉണ്ണിമിശിഹായെ കണ്ട് ആരാധിക്കാനുള്ള ഭാഗ്യം കിട്ടി. വചനം അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കുന്നവനും അനുഗ്രഹീതനാണ്, അവനും ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളോടും വിശ്വസ്തത പുലർത്താനും അവിടുത്തെ വചനം അനുസരിക്കുവാനും ദൈവം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് അനുസരണവും വിധേയത്വവും പുലർത്തുന്നവരായി നമ്മൾ തീരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനൊപ്പം നമ്മൾ വളർച്ച പ്രാപിക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കുന്നവരും ആയി തീരുകയാണ്. ഈ അനുസരണം വലിയൊരു പുണ്യമാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. അനുസരണക്കേടിൻ്റെ പരിണിതഫലം ആദവും ഹവ്വായും മനുഷ്യകുലം മുഴുവനും അനുഭവിച്ചു. അനുസരണക്കേടിൻ്റെ ഫലങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് എന്ന് അനുദിന ജീവിതം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ഒരു തീരുമാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് ചെറിയവരിലൂടെയോ വലിയവരിലൂടെയൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നവരിലൂടെയൊക്കെ ഈ അനുസരണം എന്ന് പറയുന്ന പുണ്യം അഭ്യസിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തെ നമുക്ക് അനുസരിക്കാം. വചനം തരുന്ന എല്ലാ പാഠങ്ങളെയും നമുക്ക് അനുസരിക്കാം. അങ്ങനെ ദൈവം നമുക്ക് തന്ന ആ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മളുടെ സമാധാനം നദി പോലെ ഒഴുകും. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ മിശിഹായെ അനുസരിച്ച് പുണ്യപ്രാപ്തിയിലേക്ക് ഉയരാനും അനുസരണത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന് യോജിച്ച രീതിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.